2 ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃശൂർ മുരിങ്ങൂർ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാത്രി തടി കയറ്റി വന്നൊരു ലോറി മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കിലോമീറ്ററുകൾ നീളത്തിലാണ് ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. ആ വഴിക്ക് വാഹനങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ സാധിക്കാത്ത അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് എനിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അന്ന് അവിടെ ലോറിയൊന്നും മറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗതാഗതക്കുരുക്ക് സാധാരണമായൊരു സംഭവമാണ്. ഇത്രയും വലിയ ഹൈവേ, ഒരുപാട് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ്, അവിടെ ഇത്തരം ബ്ലോക്കുകൾ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട നടപടികൾ എടുക്കാത്തത്? പലപ്പോഴും ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആ റോഡിലുള്ളത്. കോടിക്കണക്കിന് രൂപ അതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾ ടോളായി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും എന്താണ് നമ്മുടെ നാട്ടിലെ റോഡ് പണികൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്? ഇതുവരെയുള്ള റോഡ് വികസനങ്ങളെ കുറച്ചു കാണുന്നില്ല. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് എന്ന വലിയ പ്രശ്നം അവിടെ പ്രശ്നമായി തന്നെ നിലനിൽക്കുമ്പോൾ അതിലൂടെ പോകുന്ന വാഹനങ്ങളും യാത്രക്കാരുമാണ് ദുരന്തം അനുഭവിക്കുന്നത്. എൻ്റെ കയ്യിൽ മോട്ടോർ ബൈക്ക് ആയതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇതേപോലെ ട്രാഫിക് ഫിൽട്ടർ ചെയ്ത് പോവാം. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക്കായി കിടക്കുന്ന ഈ വാഹനങ്ങളെല്ലാം എപ്പോഴാണ് ഡെസ്റ്റിനേഷനിലെത്തുക? ജനങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണോ ഇതൊന്നും ശരിയാവാത്തത്? ഒരു തരത്തിൽ ആണെന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും ആവർത്തിച്ച് ചോദിച്ചാലേ കിട്ടൂ എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. ചോദ്യം ചോദിക്കുന്നവർ പല ഘട്ടങ്ങളിലും നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു പൗരൻ എന്ന നിലയ്ക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്, ബന്ധപ്പെട്ട അധികാരികൾ ഈ ഗതാഗതക്കുരുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള നടപടികൾ എടുക്കുക. ഇത്രയും ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമെന്നിരിക്കെ അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് പണികൾ പൂർത്തിയാക്കുക. ഇനിയൊരു ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ റോഡിലേക്ക് പ്രവേശിക്കാൻ വരുന്ന വാഹനങ്ങളെ വഴിതിരിച്ച് മറ്റു വഴികളിലൂടെ സേഫായി പറഞ്ഞയക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഇരുചക്ര വാഹനങ്ങളെയും കാറുകളെയുമാണ്. വ്യവസായങ്ങൾ വൻതോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള ഈ ഹൈവേ ഇനിയും ബിസിയാകുമെന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് ചരക്ക് ലോറികളും കണ്ടെയ്നറുകളുമാണ് റോഡ് കൈയടക്കിയിരിക്കുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കാത്ത ഇത്തരം വാഹനങ്ങൾ ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ തന്നെ വലിയ ബ്ലോക്കിലേക്കാണ് നയിക്കുക. മുന്നിൽ കാണുന്ന ഈ ആംബുലൻസും അതിലെ രോഗിയുടെയും അവസ്ഥ എന്തായിരിക്കും? ഞാൻ മുന്നോട്ട് പോകുന്തോറും പിന്നിൽ നിന്നും ആ ആംബുലൻസിൻ്റെ സൗണ്ട് എനിക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു. അതിനർത്ഥം ഇപ്പോഴും അത് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണെന്നാണ്. ഈ ബ്ലോക്ക് പോരാതെ പല സ്ഥലങ്ങളിലെയും റോഡിൻ്റെ അവസ്ഥ ഇതാണ്. കുഴികളെന്ന് പറഞ്ഞാൽ വമ്പൻ കുഴികളാണ്. വാഹനങ്ങളുടെയും ആളുകളുടെയും നടു ഒടിക്കുന്ന കുഴികൾ. ഈ ബ്ലോക്കെല്ലാം ഒരുവിധം കടന്ന് ഞാനിവിടെ വാഹനം ഒതുക്കുമ്പോൾ സമയം രാവിലെ 8:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഈ അവസ്ഥയാണെങ്കിൽ വൈകുന്നേരം പീക്ക് അവറിൽ എന്തായിരിക്കും ബ്ലോക്ക്? കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ. അത്രയേ എനിക്കിവിടെ പറയാനുള്ളൂ. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് നടു നിവർത്തണം, ഹെൽമെറ്റ് വൃത്തിയാക്കണം, വീണ്ടും മുന്നോട്ട് പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.